ഹലോ, ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണേ. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, ഓവനൊന്നും ഇല്ലാതെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. 2 നന്നായിട്ട് പഴുത്ത റോബസ്റ്റ പഴമാണ് ആദ്യം വേണ്ടത്. അത് നമ്മൾ നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ച് മാഷ് ചെയ്തെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് പഴുത്താണെങ്കിൽ പെട്ടെന്ന് മാഷായി വരും. മാക്സിമം നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് മാഷായ ഈ പഴത്തിലോട്ട് നമ്മളൊരു ഹോൾ എഗ്ഗാണ് എടുക്കുന്നത്. വൈറ്റും യെല്ലോ ഒന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹോൾ എഗ്ഗ് കംപ്ലീറ്റ് ആയിട്ട് അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റായി ഒരു ലൈറ്റ് യെല്ലോയിലേക്ക് മാറും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം നന്നായിട്ട് സീവ് ചെയ്ത് ആ മിക്സിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യണം. 1 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് പഞ്ചസാര എന്നുള്ള അളവിലാണ്. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ 1/4 കപ്പ് ഓയിൽ, നോർമൽ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് വേണം ഇതൊരു കേക്കിൻ്റെ ബാറ്ററിലേക്ക് മാറ്റാൻ. പാലെടുക്കുമ്പോൾ തിളപ്പിക്കാത്ത പാല് വേണം എടുക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്ത ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ഈ ബാറ്റർ നമ്മളൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാൻ പോവുകയാണേ. കേക്ക് ടിന്നിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കുറച്ച് ഓയിലും ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈവൺ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്യാം. എന്ത് വെച്ച് നട്ട്സ് വെച്ചിട്ടാണെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തത്. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെക്കണം. ഒരു പാത്രത്തിൽ ഒരു റിങ് ഇറക്കി വെച്ച് ഒരു 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അത്രയേ ഉള്ളൂ ഓവൻ സെറ്റപ്പ്. ഇനി ഈ കേക്ക് ടിൻ നമ്മൾ ആ ഓവൻ സെറ്റപ്പിലോട്ടാണ് വെക്കുന്നത്. എന്നിട്ട് ഒരു 40 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലും 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലുമാണ് ഞാൻ കുക്ക് ചെയ്തത്. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയപ്പോൾ നമുക്കൊന്നും അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മനസ്സിലായത് കേക്ക് കുക്കായിരുന്നു. ഇത്രയേ ഉള്ളൂ കേക്ക്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയണേ.